ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓണസദ്യ വിഭവങ്ങളെല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുവാണേ. വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു, സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നോർമൽ ഡ്രസ്സിൽ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാം സെപ്പറേറ്റായിട്ട് ചെയ്തിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ്. അതുമല്ല, എന്നെ പോലെ നേരത്തെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ സമയമില്ലാത്തവർക്ക് ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡായിപ്പൻ ഓണസദ്യ വീഡിയോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ടേസ്റ്റിനകത്ത് കോംപ്രമൈസ് ഇല്ലാതെ കുറച്ച് ഉഡായിപ്പുകളൊക്കെ കാണിച്ച് ഒരു സാധാരണക്കാരൻ്റെ ഒരു കുഞ്ഞു ഓണസദ്യ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സാമ്പാർ വയ്ക്കാം. സാമ്പാർ വയ്ക്കാനായിട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പരിപ്പ് ചേർത്ത് കുക്കറിലോട്ടിട്ട് കൊടുത്തങ്ങ് വേവിച്ചാൽ മതിയായിരുന്നു. സാമ്പാർ കഷ്ണങ്ങൾ കുക്കറിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് താണ്ട ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നേർപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ വീട്ടിലുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉലുവാപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഞാൻ കടുക് വറുക്കുന്ന സമയത്താണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് ഉലുവായും ചേർത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് മുളകും കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കടുക് വറുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ കടുക് വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കടുക് വറുക്കുമ്പോൾ ഇത്തിരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ. അങ്ങനെ നമ്മുടെ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ അതിനകത്ത് പുളി പിഴിഞ്ഞ് ചേർക്കാറില്ല. തക്കാളിയുടെ പുളിയാണ് കേട്ടോ എടുക്കുന്നത്. ഈസി ആണെങ്കിലും സദ്യ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ അരപ്പിൽ 2-3 കറികൾ, അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പച്ചടിക്കും കിച്ചടിക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് അരച്ച് വെക്കുകയാണ്. കുറച്ച് തേങ്ങ എടുത്ത് നമ്മൾ എത്രത്തോളമാണോ പച്ചക്കറിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുത്തിട്ട് ഒരു പച്ചമുളകും ഒരു 1/4 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് അതങ്ങ് അരച്ച് വെക്കുകയാണ്. അപ്പം നമുക്ക് പച്ചടിക്കും കിച്ചടിക്കും അതിന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ആദ്യം സെറ്റാക്കി വെക്കുവേ. ഇനി അതേ ജാറിൽ തന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്തിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അവിയൽ, പരിപ്പ്, മോര് ഇതിന് 3ഉം ഒരുമിച്ച് അങ്ങ് അരച്ച് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന് 3ആയിട്ടാണ് അരയ്ക്കേണ്ടത്. എന്നാലും നമ്മൾ അത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് വെക്കുമ്പോൾ ആഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ 3എണ്ണം ഒരുമിച്ച് അങ്ങ് അരച്ച് വെക്കുവാണ്. ഇനി ആദ്യം നമുക്ക് മോര് കാച്ചാം. അപ്പം മോര് കാച്ചാനുള്ള ആ ഒരു തൈര് ആ ജാറിലെടുത്തിട്ട് മോരിന് ആവശ്യമുള്ള അരപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് അങ്ങോട്ട് എടുത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. പരിപ്പിനുള്ള പയർ ഞാൻ നേരത്തെ നല്ല കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ട് അരച്ച് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്ന് ഒരു 2 തവി അരപ്പൂടെ ചേർത്ത് മോര് വെക്കുമ്പം 2 അടുപ്പിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മോരിൻ്റെ കൂടെ തന്നെ പരിപ്പ് കൂടി അങ്ങ് അടപ്പയിലോട്ട് കലക്കി വെച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തേ. അപ്പം അത് അവിടെ അങ്ങ് വെന്തോളും. നമുക്ക് അടുത്തടുപ്പിലോട്ട് മോര് കാച്ചുകയും ചെയ്യാം. ഇനിയിപ്പോൾ മോര് കാച്ചാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകിട്ട് കൊടുത്തു, 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. കാരണം ഈ ഉലുവയൊന്നും നമ്മൾ അരപ്പിൽ അരച്ചിട്ടില്ലല്ലോ മോരിന്. ഇനി ദാണ്ടെ ഇത്തിരി കറിവേപ്പിലയും ഉണക്കമുളകും അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട തക്കാളി, പച്ചമുളക്, അതിനകത്ത് ഞാനിച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ഈ അരപ്പിനകത്ത് ഇടാൻ പറ്റാത്ത സാധനങ്ങൾ മൊത്തം നമ്മൾ ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ വറുത്തങ്ങ് ചേർത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജോലി ഈസിയാകും. ഇനി അങ്ങോട്ട് മോര് കലക്കി വെച്ചല്ലോ നമ്മൾ നേരത്തെ, അതുകൂടി ചേർത്ത് ഒന്ന് തൂക്കി വരുമ്പോൾ ഇനി നമ്മളതിന് കടുക് വറുക്കണമെന്നില്ല, വേണമെങ്കിൽ അവസാനം കടുക് വറുക്കാം. അങ്ങനെ നമ്മുടെ മോര് സെറ്റായി. അടുത്തടുപ്പയിൽ കണ്ട് പരിപ്പും സെറ്റാവുന്നുണ്ട്. അത് രണ്ടും അങ്ങനെ അങ്ങ് റെഡിയാവും. നമുക്കിനി അവസാനം ഇതിനെല്ലാം അവിടെ ചേർത്ത് വേണമെങ്കിൽ കടുക് വറുക്കാം. ഇനി എല്ലാവരും അവസാനം ചെയ്യുന്ന പണി ഞാൻ ആദ്യം അങ്ങ് ചെയ്യുവാണ്. നമ്മുടെ അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അട ഒന്ന് കഴുകി കുക്കറിലങ്ങ് വേവിക്കാൻ വെക്കുവാണേ. അട വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് തന്നെ അവിയലിനുള്ളത് അങ്ങ് അടപ്പയിലോട്ട് വെച്ച് കൊടുക്കാം. അവിയലിൻ്റെയൊക്കെ അരിഞ്ഞെല്ലാം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്ക് എളുപ്പം അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അവിയലിനകത്തൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിനകത്തുനിന്ന് ആവശ്യത്തിനുള്ള അരപ്പ് അവിയലിലേക്കും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവിയലും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒന്നിനും കടുക് വറുക്കുന്നില്ല, അവസാനം മാത്രമേ വറുക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മളവിടെ പച്ചടിയും കിച്ചടിയുമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കുമ്പളങ്ങ പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും അങ്ങനെ 2 എണ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ തിളച്ച് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് പച്ചടിക്കും കിച്ചടിക്കും നമ്മൾ ഒരുമിച്ച്
അരപ്പരച്ച് വെച്ചിരുന്നല്ലോ, അത് ആവശ്യമായത് രണ്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഐറ്റവും അരപ്പ് ഒരുമിച്ച് അരച്ച് വെച്ചേക്കുന്ന ഐറ്റങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പാചകം ചെയ്യാനും ഈസിയാവും, സമയവും ഒരുപാട് ലാഭമാവും കേട്ടോ. അങ്ങനെ അതും അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കണ്ട അടപ്പയിലോട്ട് നമ്മുടെ അട അങ്ങോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ച് വെച്ച് കുക്കറിൽ നമ്മൾ അട വേവിക്കാനിട്ടിരുന്നല്ലോ, അതൊന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് വെച്ചിരുന്നത് ഇച്ചിരി നെയ്യ് ഒഴിച്ചൊന്ന് മൂപ്പിച്ച് നെയ്യിലൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശർക്കര പാനി കാച്ചി വെച്ചേക്കുമായിരുന്നു. ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഓരോന്നും അങ്ങനെ എടുത്ത് കാണിക്കാത്തത്. ആ ശർക്കര പാനിയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അട വേവിക്കാൻ വെച്ചപ്പം ഞാൻ ചവരിയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയതാണ്. അതുകൂടി അങ്ങ് ചേർത്ത് ഇനി നമ്മൾ ആവശ്യത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ദാണ്ട ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പച്ചടിയും കിച്ചടിയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അടുപ്പിൽ പ്രഥമനും വെക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ സമയത്ത് എല്ലാം റെഡിയായി വരത്തുള്ളൂ. അതിലേക്ക് നമുക്ക് വേണ്ട തിളച്ച് വന്നപ്പോഴത്തേക്കും പാലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഈ പ്രഥമൻ്റെ ഒരുമിച്ചങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് പോയി പച്ചടിയുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രഥമനും ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കിയാൽ മതിയേ. ഇനി നമുക്ക് അച്ചാറുകൾ 3 ഇടാം. ആദ്യം നമുക്ക് പുളിയിഞ്ചി വെക്കാനായിട്ട് ഒരു പാത്രം വെച്ചെടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവായും പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം ഒന്ന് ഇഞ്ചിയായിട്ട് മിക്സായി വന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ശർക്കര പാനി കുറച്ച് ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര പാനി ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചുകൂടി ഡാർക്ക് ബ്ലാക്ക് കളറായിട്ടിരിക്കണമെന്നുള്ളവർക്ക് കുറച്ച് ശർക്കര പാനിയോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി സെറ്റായി. നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇതാണ് ഇങ്ങനെ ഇഡലി കൂട്ടത്തിലോട്ട് വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം കടുകും ഉലുവായും പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇച്ചിരി ചതച്ച് ഇഞ്ചിയും ചേർത്ത് കൂടാണ്ട് ഇച്ചിരി പച്ചമുളക് കുറച്ചധികം ഇടുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വെള്ള അച്ചാറാണ് ഇടുന്നത്, അതുകൊണ്ടാണ് പച്ചമുളക് അധികം ഇടുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ആ ഒരു പച്ചമണം മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങയും ഒന്ന് അരപ്പിൽ മിക്സായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മിക്സാക്കി വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരിയോടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങ അച്ചാറും റെഡിയായി. ഇനി നമുക്ക് മാങ്ങാച്ചാറിടാം. മാങ്ങാച്ചാറിടാണ്ട് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വിനാഗിരിയും ചൂടുവെള്ളത്തോടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇനി അതൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇത്തിരി പോരായ്മ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തത്. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങ ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ഈസി കോസി റെസിപ്പികളാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം തന്നെയാണ് ഇതെല്ലാം അച്ചാർ സഹിതം ആ ഒരൊറ്റ ദിവസമാണ് ഞാൻ കർത്തവാവിൻ്റെ ദിവസം ചെയ്ത സദ്യയാണ് കേട്ടോ ഈ ദിവസം ഞാൻ കാണിക്കുന്നത്. അങ്ങനെ കറികളെല്ലാം സെറ്റ് ആയി നമുക്ക് എല്ലാത്തിനെയും വറവിടാനാണുള്ളത്. ആദ്യം നമുക്ക് പായസത്തിന് വേണ്ട വറവിടാം. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് അത് നമുക്ക് നമ്മുടെ പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രഥമൻ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്നതാണല്ലോ. പിന്നെ ആണെങ്കിൽ പപ്പടം പൊള്ളിച്ചെടുത്തു. പപ്പടോടെ പൊള്ളിച്ചെടുത്ത് കഴിയുമ്പം ജോലി കഴിയും എന്നാണല്ലോ വിചാരിച്ചത്. നമ്മുടെ പച്ചടി കിച്ചടി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ അതിലേക്ക് തൈര് ചേർക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റാണ് പിന്നെ തൈര് ചേർത്ത് കൊടുത്തത്. പച്ചടിയിലേക്കും കിച്ചടിയിലേക്കും ഒക്കെ തൈര് ചേർത്ത് അതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മുടെ പച്ചടി കിച്ചടി മോര്
പരിപ്പ് അതിനൊക്കെ കടുക് വറുത്തിടാൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം കൂടി കടുക് വറുത്തൊഴിക്കുകയും കൂടെ ചെയ്തു. ഇതൊന്നും നമ്മളൊരു ഓർഡറിലല്ല ചെയ്യുന്നത്, നമ്മുടെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതാണേ. അല്ലാതെ ഒരു സദ്യ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നേ ഉള്ളൂ. സംഭവങ്ങളെല്ലാം സെറ്റായാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. പരിപ്പ്, സാമ്പാർ, മോര്, പുളിയിഞ്ചി, നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, പച്ചടി, കിച്ചടി, പപ്പടം, അവിയൽ, പിന്നെ പ്രഥമൻ. ഇത്രയായിരുന്നു അന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. അതിനകത്ത് ഞാൻ 2-3 സംഭവങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാവറ്റൽ, ശർക്കര വരട്ടി, പഴം. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിലേ സദ്യ പൂർണ്ണമാവത്തുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കടയിൽ നിന്നെങ്കിലും വാങ്ങിച്ച് വെക്കണമേ. ഞാനിപ്പം തിരക്കൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഈസിയായിട്ട് ഒരു ഈസി കോസ്റ്റി സദ്യ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു.